കേരളത്തിലെ ഏറ്റവും വലിയ ഹണി ട്രാപ്പ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഹണി ട്രാപ്പ് തിരുവനന്തപുരത്ത് നടന്നു. ഇന്ന് തിരുവനന്തപുരത്തെ വഞ്ചിയൂർ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. 5 കോടി രൂപയുടെ ഹണി ട്രാപ്പാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതാണ്. തെലങ്കാനയിലെ ഒരു വ്യവസായി, അദ്ദേഹത്തിന്റെ പേര് വിജയകുമാർ രംഗറെഡ്ഡി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം 2023 നെയ്യാറ്റിങ്കര സ്വദേശിനിയായിട്ടുള്ള റോഷ്നി എന്ന് പറയുന്ന യുവതിയെ പരിചയപ്പെടുന്നു. അവിടെ മുതലാണ് അദ്ദേഹത്തിന്റെ കഷ്ടകാലം തുടങ്ങിയത്. 2024 റോഷ്നി ഈ വ്യവസായിയോട് പറയുന്നു, ഒരു കുട്ടി പിറന്നിട്ടുണ്ട്, അതിന്റെ പിതൃത്വം താങ്കൾക്കാണ് എന്ന് പറയുന്നു. അന്ന് മുതൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പല രീതിയിലാണ് റോഷ്നി പണം തട്ടിയെടുത്തത്. നേരിട്ട് 1 കോടി രൂപ വാങ്ങി അതിനു മുൻപായി മലയിൻ കീഴിൽ ഒരു വീട് വെപ്പിച്ചു. അതിനുശേഷം പിന്നീട് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിപ്പിച്ചു. പിന്നീട് 45 പവന്റെ സ്വർണം വാങ്ങിപ്പിച്ചു. ആലോചിച്ച് നോക്കുക, അത്രമാത്രം അദ്ദേഹത്തെ ദ്രോഹിച്ചു. പിന്നീട് ഈ റോഷ്നി ഇയാളോട് ചെയ്ത മറ്റൊരു കാര്യം, ഈ വ്യവസായിയോട് പറഞ്ഞത്, താങ്കളുടെ വ്യവസായ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ താങ്കളുടെ മൊത്തം മുതൽ മുടക്കിന്റെ താങ്കളുടെ ആസ്തിയുടെ 50% ഷെയർ തൻ്റെ പേരിൽ എഴുതി തരണം. ഇതോടുകൂടി ഇദ്ദേഹത്തിന് നിക്കക്കള്ളിയില്ലാതായി. മാനസികമായി ഇയാൾ തകർന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യയും കുട്ടിയും ഉള്ളതാണ്. ഈ കുട്ടി അദ്ദേഹത്തിൻ്റെതാണോ എന്ന് ഉറപ്പില്ല. പക്ഷേ റോഷ്നി അദ്ദേഹത്തെ ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയതും ഇത്രമാത്രം സ്വത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തതും. അവസാനം നിക്കക്കള്ളിയില്ലാതെ ഇന്ന് വിജയകുമാർ തലസ്ഥാനത്തെത്തി പോലീസിനോട് കാര്യം പറഞ്ഞു. ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ 2-2.5 വർഷമായി അദ്ദേഹം കടുത്ത മാനസിക ആഘാതത്തിലാണ്. ഈ യുവതിയെ പരിചയപ്പെട്ടു. പക്ഷേ ഈ കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ചൊക്കെയുള്ള ഇനി DNA പരിശോധനയും കാര്യങ്ങളൊക്കെ വന്നിട്ടേ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ റോഷ്നി എന്ന് പറയുന്ന ഈ യുവതി ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് ഈ കുഞ്ഞിനെ വെച്ചിട്ടാണ്. അപ്പോൾ ആ കുഞ്ഞിനെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഇത്രമാത്രം തുക, പ്രാഥമികമായ വിലയിരുത്തലിൽ 5 കോടി രൂപയുടെ സമ്പത്താണ് ഈ വ്യവസായിയിൽ നിന്നും റോഷ്നി തട്ടിയെടുത്തത്. റോഷ്നിയെ സഹായിക്കാനായി 3 പേർ കൂടി ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. 1 ജിബിൻ എന്ന് പറയുന്നയാൾ, 2 ഉണ്ണിമോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ, 3 അഭിഷേക് എന്ന് പറയുന്നയാൾ. ഈ 4 പേർ ചേർന്നാണ് ഇദ്ദേഹത്തെ, ഈ വിജയകുമാർ എന്ന് പറയുന്ന വ്യവസായിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്രമാത്രം പണം ആവശ്യപ്പെട്ടത്. 1 കോടി രൂപ ഇവർ നേരിട്ട് എണ്ണി വാങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. അതായത് രേഖാമൂലമല്ലാതെ 1 കോടി രൂപ വാങ്ങുകയായിരുന്നു. അങ്ങനെ പണമായി വാങ്ങി, ഫ്ലാറ്റായി വാങ്ങി, വീടായി വാങ്ങി, ആഭരണമായി വാങ്ങി. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനിയിലെ 50% ഷെയർ വേണമെന്നുള്ള ആവശ്യം കൂടി വന്നതോടുകൂടി വിജയകുമാർ ആകെ തകർന്നു. അങ്ങനെ അദ്ദേഹം നിക്കക്കള്ളിയില്ലാതെയാണ് തിരുവനന്തപുരത്തെത്തി വഞ്ചിയൂർ പോലീസിന് പരാതി നൽകിയത്. വഞ്ചിയൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് കോടതിയില്ല. വഞ്ചിയൂർ പോലീസ് ഈ 4 പേരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഇനിയാണ് തുടർ നടപടികൾ ഉണ്ടാവുക. വിജയകുമാറിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നുണ്ട് പോലീസ്. കാരണം ഇപ്പോൾ 5 കോടി രൂപയുടെ ഒരു കണക്കുകൾ മാത്രമാണ് പ്രാഥമികമായി പുറത്തു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ വിജയകുമാർ ഇനിയും മടിച്ച് നിൽക്കുന്ന പല കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത. എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ഹണി ട്രാപ്പ് കേരളം കണ്ട ഏറ്റവും വലിയ ഹണി ട്രാപ്പുകൾ ഒന്നാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിനു മുൻപ് ഇത്രയും 5 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. കാരണം ഇപ്പോൾ ഈ ഫ്ലാറ്റുകൾക്ക് നേരത്തെ വാങ്ങിയിട്ടുള്ള ഫ്ലാറ്റിന് മതിപ്പ് വില എത്രയാണെന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ ഒരുപക്ഷെ അതിൻ്റെ ഒരു വലിയൊരു തുക അത് വിറ്റാൽ കിട്ടും. അതേപോലെ മലയൻകീഴിലെ വസ്തുവും വീടും ഇപ്പോൾ വിറ്റാൽ അതിൻ്റെ വലിയൊരു മടങ്ങ് പണം തിരികെ കിട്ടും. 45 പവൻ ഇപ്പോൾ വിറ്റാൽ വലിയൊരു തുക കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 5 കോടി എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടുള്ള ഒരു കണക്കാണ്. മതിപ്പ് വില വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ 10 കോടി രൂപയെങ്കിലും വില വരുന്ന ആസ്തി ഈ പാവപ്പെട്ട ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടു, റോഷ്നി എന്ന് പറയുന്ന യുവതിയെ പരിചയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഈ ഒരു വ്യവസായിയെ മാനസികമായും അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള പണവും ഈ 4 അംഗ സംഘം തട്ടിയെടുക്കുകയായിരുന്നു. അവർ കഴിഞ്ഞ ഏതാനും
വർഷങ്ങളായി ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് പുതിയതായി പുറത്തു വരുന്ന വിവരം. അത്രമാത്രം ആർഭാടം കാണിച്ചാണ് ഇവർ 4 പേരും തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി ജീവിതം നയിച്ചു വന്നത്. ചോദിക്കുമ്പോൾ വിജയകുമാർ ഇങ്ങനെ പണം ഇവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. പണം ചോദിക്കുമ്പോൾ പണം, ഫ്ലാറ്റ് ചോദിക്കുമ്പോൾ ഫ്ലാറ്റ്, ആഭരണങ്ങൾ ചോദിക്കുമ്പോൾ ആഭരണം, വസ്തുവും വീടും ചോദിക്കുമ്പോൾ അത്, അങ്ങനെ അദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ 50% ഷെയർ തരില്ല എന്ന് ബോധ്യമായപ്പോൾ ഈ 4 അംഗ സംഘം ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയകുമാറോട് പറഞ്ഞു, 50% ഷെയർ എഴുതി തന്നില്ല എങ്കിൽ, ഞങ്ങൾക്ക് ഓഹരി തന്നില്ല എങ്കിൽ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഇദ്ദേഹം കൂടുതൽ മാനസികമായി തകർന്നത്. ഒരുപക്ഷെ ഇവർ അങ്ങനെ ചെയ്യാൻ കെൽപ്പുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയന്ന് തൻ്റെ കുടുംബത്തെ കൂടി തകർക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നേരിട്ടെത്തി ഇത്തരമൊരു പരാതി നൽകിയത്. പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം മഞ്ചൂർ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. സംസ്ഥാനത്ത് ഹണി ട്രാപ്പുകൾ ഇത്തരത്തിൽ കൂടി വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ ഡേറ്റിംഗ് ആപ്പുകൾ വഴി നിരവധി യുവാക്കളെ കൊടുക്കുന്നുണ്ട്. പലരും ഈ മാനഹാനി ഭയന്ന് പുറത്തു പറയാറില്ല. യുവാക്കൾ മാത്രമല്ല, പ്രായമായവരെയും ഇത്തരത്തിൽ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി തിരുവനന്തപുരത്ത് തന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ശ്രീകാര്യത്ത് ഈ കഴിഞ്ഞ ഏപ്രിൽ 2026 ഏപ്രിൽ ഒരു 19 വയസ്സുകാരനെ ഒരു യുവതി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ആ യുവതി 12,500 രൂപയാണ് ആ പയ്യന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തത്. ആ യുവാവിനെ പിന്നീട്, ഈ 19 വയസ്സുകാരനെ പിന്നീട് ഈ യുവതി വിളിച്ചു വരുത്തി തൻ്റെ സുഹൃത്തുമായി ചേർന്നുകൊണ്ട് ഈ 19കാരനെ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. ആ 19 വയസ്സുകാരനായിട്ടുള്ള ആ കുട്ടി ഭയന്ന് വീട്ടിൽ ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. പക്ഷേ ഈ മർദ്ദനമേറ്റതിന് ശേഷം കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നു, വീട്ടുകാരോട് പറയേണ്ടി വന്നു. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ യുവതിയെയും മർദ്ദിച്ച സുഹൃത്തിനെയും, യുവതിയും മർദ്ദിച്ചു, സുഹൃത്തും മർദ്ദിച്ചു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തിട്ട് ഏപ്രിൽ മാസം ആയതേ ഉള്ളൂ. ഇപ്പോൾ ഇത് ജൂലൈ ആണ്. അങ്ങനെ തിരുവനന്തപുരത്തടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഡേറ്റിംഗ് ആപ്പും അതേപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം വഴി സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഇത്തരം യുവതികൾ യുവാക്കളുമായിട്ടും പുരുഷന്മാരുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുകയും അവരിൽ നിന്ന് വൻതോതിൽ പണം വാങ്ങുകയും ചെയ്യുന്ന പല ഇടപാടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം പല റാക്കറ്റുകളും സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.